മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നത് 27 മുതലുള്ള വാക്യത്തിൽ, ജെറുസലേമിലേക്കുള്ള യാത്രയിൽ ഈശോ മുൻപ് നടന്നിട്ട് ഈശോ അവരോട് ഇപ്രകാരം പറയാണ്. മുമ്പ് നടന്നിട്ട് പറയുന്നത് ഇപ്രകാരമാണ്: ഇതാ നമ്മൾ ജെറുസലേമിൽ. യേശു അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, മനുഷ്യന് ഇത് അസാധ്യമാണ്, ദൈവത്തിന് അങ്ങനെയല്ല, അവിടത്തേക്ക് എല്ലാം സാധിക്കും. പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. യേശു പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ രചിക്കുന്നവരിലാർക്കും ഇവിടെ വെച്ച് തന്നെ 100 ഇരട്ടി ലഭിക്കാതിരിക്കയില്ല. ഭവനങ്ങളും സഹോദരന്മാരും. 32ലേക്ക് കയറാം. അതായത് അവർ രണ്ടാമത്തെ പ്രവചനത്തിന് മുമ്പ് മത്തായി സുവിശേഷകൻ പറയുന്നത് ഇപ്രകാരമാണ്: പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ് നടത്തുന്നത്. കർത്താവ് ആദ്യത്തെ നമുക്ക് അതിൽ ഇപ്രകാരമാണ് 20:17 പറയാണ്. പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിന് ശേഷം ഈശോ പറയുന്നൊരു കാര്യമാണ് ഇപ്രകാരം. 20 യേശു തൻ്റെ 12 പേരെ മാത്രം കൂട്ടിക്കൊണ്ട് ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ വെച്ച് അരുളി ചെയ്തു, ഇതാ നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതന്മാർക്കും നിയമജ്ഞന്മാർക്കും ഏൽപ്പിക്കപ്പെടും. അവർ അവനെ മരണത്തിന് വിധിക്കുകയും വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അവർ അവനെ പരിഹസിക്കുകയും. ഒന്ന്, പരിഹസിക്കുക. 2, പ്രകരിക്കുക. ക്രൂശിക്കുകയും ചെയ്യും. എന്നാൽ 3-ാം ദിവസം അവൻ ഉയർപ്പിക്കപ്പെടും. മത്തായി സുവിശേഷൻ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യം ഇതാണ്: പരിഹസിക്കുക, പ്രകരിക്കുക, ക്രൂശിക്കുക. അതിനുശേഷം 3-ാം ദിവസം അവൻ ഉയർപ്പിക്കപ്പെടും. മാർക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ പറയുകയാണ്, അവർ ജെറുസലേമിലേക്കുള്ള വഴിയെ നടന്നു പോകുകയായിരുന്നു. ഇപ്രകാരം പറയാം: യേശു അവരുടെ മുമ്പിൽ നടന്നിരുന്നു. യേശു മുമ്പിൽ നടന്നിട്ട് പിന്നിൽ വരുന്നവരോട് പറയാണ്, അവർ വിസ്മയഭരിതരായി അനുയാത്ര ചെയ്തു, ഭയപ്പെടുകയും ചെയ്തു. ആ ഭയപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവൻ ജെറുസലേമിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ അത് പീഡാനുഭവത്തിനുള്ള യാത്രയാണ്. പീഡാനുഭവം. വീട്ടിൽ നിന്ന് അപ്പൻ പട്ടണത്തിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ പിള്ളേരൊക്കെ വലിയ സന്തോഷമായിരിക്കും. എന്താണെന്ന് വെച്ചാൽ തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലുമൊക്കെയും കാര്യമായിട്ട് കിട്ടും. പക്ഷേ ഇതങ്ങനെയല്ല. ഇതെന്താ? ഈശോ അവരോട് എന്താ പറയുന്നത്? തനിക്ക് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് അവൻ പ്രവചിക്കുന്നത്. ഇപ്രകാരമാണ്: ഇതാ നമ്മൾ ജെറുസലേമിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ടൗണിൽ പോകുന്നത് പോലെ, പട്ടണത്തിൽ പോകുന്ന, ജില്ലയിൽ പോകുന്ന പോലെ അല്ല. ടൗണോ പട്ടണോ കോർപ്പറേഷനോ ഒന്നുമല്ല. ഈശോ മിശിഹായുടെ പീഡാനുഭവമാണ് നടക്കാൻ പോകുന്നത്. അത് 1-ാം പ്രവചനം, 2-ാം പ്രവചനം, 3-ാം പ്രവചനം. 3 പ്രവചനങ്ങൾ. ആ ഈ 3 പ്രവചനങ്ങളിലും ഇപ്രകാരമാണ് ഈശോ തൻ്റെ അധികാരം ഈശോ മിശിഹ വെളിപ്പെടുത്തുകയാണ്. എന്ന് ഇപ്രകാരമാണ്. എന്താണെന്ന് വെച്ചാൽ, ജെറുസലേമിൽ പോവുകയാണ്. പ്രധാന പുരോഹിതന്മാർക്കും നിയമജ്ഞന്മാർക്കും ഏൽപ്പിക്കപ്പെടും. അപ്പോൾ 2 സ്ഥലത്തും പറഞ്ഞത് ഒരേപോലെയാണ്. ഇവിടെ വ്യത്യാസം ഇപ്രകാരമാണ്: അവർ അവനെ അവൻ മരണത്തിന് വിധിക്കപ്പെടും, വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അവർ അവനെ പരിഹസിക്കും. 1-ാമത് പരിഹസിക്കുക, 2-ാമത് തുപ്പുക, അവനെ പ്രകരിക്കുകയും, 3-ാമത് പ്രകരിക്കുക, വധിക്കുകയും, 4-ാമത് വധിക്കുകയും ചെയ്യാം. ലൂക്കായുടെ സുവിശേഷത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ 18:31 ഇപ്രകാരം പറയുന്നുണ്ട്. 3-ാമത്തെ പ്രവചനത്തിൽ അപ്രകാരം പറയാണ്. എന്താണെന്ന് വെച്ചാൽ, അവൻ 12 പേരെയും അടുത്ത് വിളിച്ച്, ഇതാ നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രനെ പറ്റി പ്രവാചകന്മാർ വഴി എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകും. നിങ്ങൾ വായിക്കേണ്ട ഒരു പഴയ നിയമഗ്രന്ഥത്തിലെ പ്രധാനപ്പെട്ട 2 പുസ്തകങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം,
ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകം. എല്ലാം വായിക്കേണ്ടതാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാം നമ്മൾ ഓരോ പ്രാവശ്യമെങ്കിലും വായിച്ചിരിക്കണം. ലൂക്കാസ് സുവിശേഷകൻ പറയുന്നത് എന്താ? ഇത് പഴയ നിയമത്തിൽ പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് ഇത് പൂർത്തിയാക്കാൻ പോവാം. പൂർത്തിയാക്കുക. എവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്? യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 42-ലും 49-ലും 50-ലും 52. അതിൽ 50-ൽ 6-ാമത്തെ ഒന്ന് വായിക്കാം. അതിൽ പ്രകാരം പറയാം. 50-ൽ 6 എന്ന് വെച്ചാൽ താടി മീശ വടിച്ചവർക്ക് അടിച്ചവർക്ക് പുറവും താടി മീശ വടിച്ചവർക്ക് കവിളുകളും. പീഡാനുഭവത്തെ കുറിച്ച് യെശയ്യാ ദിവ്യ പ്രവാചകൻ പ്രവചിക്കുക. എന്താണെന്ന് വെച്ചാൽ അടിച്ചവർക്ക് പുറവും താടി മീശ വരിച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. 4 വായിക്ക്. പരീക്ഷണത്തിന് ആശ്വാസം നൽകുവാനായി ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെന്ന പോലെ അഭ്യസിപ്പിച്ചു. പ്രഭാതം തോറും അവിടുന്ന് എൻ്റെ കാതുകളെ ശിഷ്യനെന്ന പോലെ ഉണർത്തുന്നു. പ്രഭാതം അത് കർത്താവ് രാത്രി മുഴുവനിരുന്ന് പ്രാർത്ഥിച്ചാണ് കർത്താവ് തൻ്റെ ശുശ്രൂഷ ചെയ്തിരിക്കുന്നത്. ഇവിടെ പറയാണ് എന്താ വെച്ചാൽ ദൈവമായ കർത്താവിനെ എന്ന പോലെ എന്നെ ഉണർത്തുന്നു. എന്നിട്ട് പറയാണ് ദൈവമായ കർത്താവ് എൻ്റെ കാതുകൾ തുറന്നു ഞാൻ എതിർക്കുകയും പിന്മാറുകയോ ചെയ്തില്ല. ഞാൻ എതിർക്കുകയും പിന്മാറും. കാരണം പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കാര്യം അത്ര രസകരമായ കാര്യമല്ല. നമ്മളിപ്പോൾ ഈശോ മിശിഹയുടെ പീഡാനുഭവങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഈശോ മിശിഹ മാത്രമല്ലല്ലോ വേദനിച്ചത്. ഈശോ മിശിഹ ഈ പാടുപീഡകൾ അനുഭവിക്കുന്നത് വ്യക്തമായിട്ട് ആർക്കറിയാം? പരിശുദ്ധ അമ്മയ്ക്കറിയാം. അമ്മയ്ക്കറിയാം. ഒരു മകനേക്കുന്ന പീഡകൾ കാണുമ്പോൾ ആർക്ക് സഹിക്കാൻ പറ്റാത്തത്? ഒരമ്മയ്ക്ക് സഹിക്കാൻ പറ്റണം. അല്ലേലിയാം. അല്ലെങ്കിൽ ഈ രംഗങ്ങളിൽ ഒന്നും അമ്മയെക്കുറിച്ച് പറയുന്നില്ലെങ്കിലും അവർക്കറിയാം ഈശോ മിശിഹയുടെ പീഡാനുഭവങ്ങൾ കൃത്യമായിട്ട് ദൈവമായ കർത്താവ് പരിശുദ്ധ അമ്മയ്ക്ക് അതുകൊണ്ട് അവളെല്ലാം എന്ത് ചെയ്യുന്നു വെച്ചാൽ ഹൃദയത്തിൽ ഗ്രഹിച്ചു, സംഗ്രഹിച്ചു. അല്ലേലിയാം. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ വചനം പഠിപ്പിക്കണം. വചനം പഠിപ്പിച്ചാൽ അവൻ പാഴായി പോവില്ല. വചനം പഠിപ്പിച്ചാൽ അവൻ തെറ്റായ വഴിയില്ല. അതുകൊണ്ട് ഇപ്രകാരം പറയാം. അടിച്ചവർക്ക് പുറവും താടി മീശ പറിച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. നിന്ദയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല. ദൈവമായ കർത്താവ് സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല. എല്ലാ സഹനങ്ങളിലും ദൈവമായ കർത്താവാണ് നമ്മളെ സഹായിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പറയാണ് തുപ്പി അവൻ മുഖം തിരിച്ചില്ല, അടിയേറ്റു, അവൻ എന്ത് ചെയ്തു? ദൈവമായ കർത്താവിനെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറിയില്ല. ഞാൻ എൻ്റെ മുഖം ശിലാതുല്യമാക്കി എനിക്ക് ലജ്ജിക്കേണ്ടി വരികയില്ലെന്ന് ഞാൻ അറിയുന്നു. കർത്താവിന് ഈശോ മിശിഹായ്ക്ക് ലജ്ജിക്കേണ്ടി വരികയില്ലെന്ന് അവിടുന്ന് പ്രവചിക്കുകയാണ്. പറയാണ് എനിക്ക് നീതി നടത്തി തരുന്നവൻ എൻ്റെ അടുത്തുണ്ട്. ആരുണ്ട് എന്നോട് മത്സരിക്കാൻ? നമുക്ക് നേരിടാം. ആരാണ് എൻ്റെ എതിരാളി? അവൻ അടുത്ത് വരട്ടെ. ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നു. ആര് എന്നെ കുറ്റം വിധിക്കും? അവരെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും. ഇനി ശ്രദ്ധിക്കേണ്ട, പഴകിപ്പോകും. ഇരട്ടവാലൻ അവരെ കരണ്ട് തിന്നും. നിങ്ങളിൽ ആരാണ് കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ ദാസന്റെ വാക്ക്? ഇരട്ടവാലൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്. ഒരു സാധനം ഇരട്ടിവാലൻ്റെ മുമ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഒന്നും നശിപ്പിക്കാതെ അല്ലെങ്കിൽ അത് ശൂന്യമാക്കാതെ അവൻ പോവില്ല. അതുകൊണ്ട് ക്രിസ്തുവിനെതിരെ, ദൈവത്തിനെതിരെ ഓങ്ങുന്ന വാളുകളെല്ലാം എന്തായിരിക്കുന്ന വെച്ചാൽ അവനെ ഇല്ലാതാക്കും. 72 ഫാമിലി എങ്ങാണ്ടാണ് ഹെറോദസിൻ്റെ കുടുംബം ഉണ്ടായത്. പക്ഷെ ഇന്ന് ജെറൂസലേമിൽ അവൻ്റെ കുടുംബം ഇല്ല. ആ കുടുംബം എല്ലാം തൂത്തെറിയപ്പെട്ടു. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഓരോ പ്രവചനത്തിന് മുമ്പും ബൈബിളുള്ളവർക്ക് മനസ്സിലാവും, ഓരോ പ്രവചനത്തിന് മുമ്പും ദൈവം ഓരോ കാര്യം പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 14-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരമാണ്. അപസ്മാര രോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് അല്ലേ? ആ അപസ്മാര രോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവം കഴിഞ്ഞിട്ട് തൊട്ട് പിറകിൽ പ്രകാരമാണെന്ന് ഈശോ മിശിഹായുടെ 2-ാമത്തെ പ്രവചനം. അപ്പോൾ എന്താ? പിശാചുക്കളുടെ മേൽ ഈശോ മിശിഹായുടെ പാടുപീഡകൾക്ക് അധികാരമുണ്ട് അല്ലേ? പ്രകാരം പറയണത് ഇപ്പം 21-ൽ പറയാം, നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കില്ല. നിങ്ങൾക്ക് എങ്ങനെ യാതൊന്നും അസാധ്യമായി? തൊട്ടടുത്ത കാര്യമാണ് എന്താണ്?
അവർ ഗലീലയിൽ ഒരുമിച്ച് കൂടിയപ്പോൾ യേശു അവരോട് പറഞ്ഞു, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. അവർ അവനെ വധിക്കും. എന്നാൽ 3-ാം ദിവസം അവൻ ഉയർപ്പിക്കപ്പെടും. ഇത് കേട്ട് അവർ അതീവ ദുഃഖിതരായി തീർന്നു. അടുത്ത് നോക്ക്, 9-ാമത്തെ അധ്യായം. 9-ാമത്തെ അധ്യായത്തിൽ എന്താണെന്ന് വെച്ചാൽ 14 തൊട്ട് ഇപ്രകാരം പറയുന്നത് പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്ന സംഭവമാണ്. 3-ാം പ്രവചനത്തിന് മുമ്പിൽ 3 സുവിശേഷകന്മാരും വിവരിക്കുന്ന ഇപ്രകാരമാണ്: പിശാചുക്കളുടെ മേൽ ഈശോ മിശിഹായ്ക്ക് അധികാരമുണ്ട്. അല്ലേലിയാം, അധികാരമുണ്ട്. അതിപ്പോൾ നമ്മൾ നോക്കി ഇവിടെ പറയാണ് 24-ാമത്തെ വാക്യത്തിൽ മൂകനും 24 ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു. ഇപ്രകാരം സംഭവം എന്താണെന്ന് വെച്ചാൽ ശിഷ്യന്മാര് പിശാച് ബാധിതനെ ബഹിഷ്കരിക്കുവാൻ സാധിച്ചില്ല. ഫെയിലിയറായിപ്പോയി. അവർ തോറ്റുപോയി. ജനം കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ എന്താവും, ഇവരെ കളിയാക്കുന്ന വിധത്തിലേക്ക് ജനം മാറി. ആ സമയത്താണ് ഈശോ കടന്നു വരുന്നത്. എന്താ സംഭവം എന്ന് ഈശോ ചോദിക്കുക. അപ്പോൾ കുട്ടിയുടെ പിതാവ് പറയുന്നുണ്ട്, ഇതാ എൻ്റെ മകനെ നിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അവനെ പിശാച് ബാധിച്ചിരിക്കുക. ഇവനെ ഒഴിവാക്കാൻ നിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. പക്ഷെ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഈശോ പറയുന്നത് അവനെ കൊണ്ടുവരിക. ഈശോ ചോദിക്കുന്നത് അത് എന്ന് തുടങ്ങി? അവൻ ജനിച്ച് അല്ലേ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ കണ്ട ഉടനെ ആത്മാവ് കുട്ടിയെ തള്ളിയിട്ടു. അപ്പോൾ എന്താ, അപസ്മാര രോഗമാണ്. ഇത് സെയിമാണ് ഈ സുവിശേഷകന്മാർ 17 പറയുന്ന അതേ സംഭവമാണ് ഈ 9 പറഞ്ഞത്. അത് തിന്മയുടെ മേലുള്ള അധികാരം. അതുകൊണ്ട് പൂജാ വസ്തുക്കൾ, മറ്റുള്ളവർ ആചാരം ചെയ്ത വസ്തുക്കൾ നിങ്ങൾ സ്വീകരിക്കരുത്. നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ പിന്നെ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ നിങ്ങളുടെ കണ്ണുകൾ അന്ധമായിട്ട് മാറും. ഈശോയെ കണ്ട സമയത്ത് എന്താ, ഈശോ അവനെ കുട്ടിയുടെ വിളിച്ചു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു. അപ്പനോട് ചോദിക്കുന്ന ഇത്രയാണ്, നീ വിശ്വസിക്കുന്നുണ്ടോ? ഈശോ അത് കുമ്പസാരം അല്ല മാമോദീസയ്ക്ക് നമ്മൾ തലോട്ടന്മാരോട് ചെയ്യുക, നീ വിശ്വസിക്കുന്നുണ്ടോ? അതൊരു വിശ്വാസ പ്രഖ്യാപനമാണ്. പത്രോസ് ചെയ്തതുപോലെ തന്നെ ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് നമ്മൾ കുട്ടികളെ മാമോദീസക്ക് കൊണ്ട് ചെല്ലുമ്പോൾ നമ്മൾ വിശ്വാസമില്ലാത്ത തലോട്ടന്മാരെയും നല്ല ഉടുപ്പിട്ടിട്ട് കൊണ്ടുപോകരുത്. അല്ലേ? അതുകൊണ്ട് അവിടെ എന്താ വെച്ചാൽ ഈശോയെ കണ്ട മാത്രയിൽ ആ പിശാച് അവനെ തള്ളിയിട്ടത് എന്താ, അടുത്ത് പോയി ഈശോ 30 വൈകുക അവൻ അവിടെ നിന്ന് അപ്പോൾ ഈ ശക്തിക്കെല്ലാം നിദാനം എന്താണെന്ന് വെച്ചാൽ ഈശോ മിശിഹായുടെ കുരിശുമരണമാണ്. അത് കുർബാനയാണ്. അതുകൊണ്ട് നമ്മൾ ഈ അർപ്പിക്കുന്നത് ഈശോ മിശിഹായുടെ പീഡാനുഭവത്തെ ധ്യാനിക്കുന്നു. അല്ലേരിക്കാം ആ പീഡാനുഭവം. അതുകൊണ്ട് പ്രകാരം പറഞ്ഞത് ബെനഡിക്റ്റ് മാർപ്പാപ്പ പറയുക, കുർബാന സ്വീകരിക്കുന്നില്ലെങ്കിൽ, കുർബാന അർപ്പിക്കാൻ പോകുന്നില്ലെങ്കിൽ അവന് വിശ്വാസമില്ല. ആ കുർബാന അർപ്പിക്കാൻ പോകുന്നില്ലെങ്കിൽ അവനിൽ നിന്ന് പ്രത്യാശ അസ്തമിക്കും. നമ്മൾ വീട്ടിലെ പിള്ളേരെ നോക്കി കുർബാനയ്ക്ക് പോകാൻ താല്പര്യം ഉണ്ടാവില്ല. കുറച്ച് ആളെയുമ്പോൾ അവന് വിശ്വാസം നഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങൾ ജപമാല വീട്ടിൽ നിർത്തരുത്. ജപമാല ധാരാളം ചൊല്ലണം. സാത്താൻ നിങ്ങളെ പിടിക്കാതിരിക്കുന്ന, നിങ്ങൾക്ക് ചുറ്റും കോട്ട കെട്ടുന്നത് ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള സ്വർഗത്തിൻ്റെ ആയുധമാണ് ജപമാല. അല്ലേ? ഇവിടെ എന്താണെന്ന് വെച്ചാൽ അത് ശിഷ്യന്മാർ അവൻ പറഞ്ഞു, മനുഷ്യരുടെ കൈകളെ ഏൽപ്പിക്കപ്പെടുകയും അവനെ വധിക്കുകയും ചെയ്യും. അവൻ വധിക്കപ്പെട്ടു 3-ാം ദിവസം കഴിയുമ്പോൾ അവൻ ഉയർത്തെഴുന്നേൽക്കും. അല്ലേലിയാം. ഇത് 2-ാമത്തെ പ്രവചനമാണല്ലോ. 3-ാമത്തെ പ്രവചനം നോക്ക്, 18-ാമത്തെ അധ്യായത്തിൽ 18 എന്താ, ധനികനായ 3-ാമത്തെ പ്രവചനങ്ങളെല്ലാം തൊട്ടു മുമ്പ് ധനികനായ വ്യക്തി ചോദിക്കുന്നത്, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അല്ലേലിയ? നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. അല്ലേലിയ? അപ്പൊ എന്താ ഈശോ പറഞ്ഞത്? നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? യേശു അവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? ദൈവം ഒരുവനല്ലാതെ നല്ലവനായി ആരുമില്ല. പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മനസ്സിലായോ? എന്താ അപ്പൊ 3 കാര്യം. ഇത് ഇനി മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിലൊന്ന് നോക്കിയേ. 20-ാം അധ്യായത്തിലാണ് 3-ാം പ്രവചനം കിടക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രമേ
എന്താണെന്ന് വെച്ചാൽ മുന്തിരിത്തോട്ടത്തിൻ്റെ ജോലിക്കാരൻ്റെ ഉപമ പറഞ്ഞതിന് ശേഷമാണ് ഈശോ എന്ത് ചെയ്യുന്നത്? മൂന്നാമത്തെ പ്രവചനത്തിലേക്ക് പോകുന്നത്. ഈ മുന്തിരിത്തോട്ടം എന്ന് പറഞ്ഞാൽ ഉടമ്പടി ലംഘിക്കപ്പെട്ടവരെ കുറിച്ചാണ്. പഴയ നിയമത്തിൽ ഉടമ്പടി. അപ്പോൾ ഈശോ മിശിഹ ഇതാ ഉടമ്പടിയുടെ വക്താവായിട്ട് കടന്നു വരുന്നു. 49 യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 49 ഈശോ മിശിഹയുടെ പ്രവചനത്തെക്കുറിച്ച് യെശയ്യാ പ്രവചിക്കുന്നത് അത് ഉടമ്പടിയുടെ മധ്യസ്ഥനാണ് ഈശോ മിശിഹ. അല്ലേലൂയ. ആദ്യത്തെ ഉടമ്പടി ആരായിരുന്നു? ആദവുമായിട്ട്. ആ ഉടമ്പടി ലംഘിക്കപ്പെട്ടു. രണ്ടാമത്തെ ഉടമ്പടി ആരായിരുന്നു? നോഹയുമായിട്ട്. മൂന്നാമത്തെ ഉടമ്പടി ആരായിരുന്നു? അബ്രാഹമായിട്ട്. നാലാമത്തെ ഉടമ്പടി മോസസായി. ആ 4 ഉടമ്പടിയും നഷ്ടപ്പെട്ടപ്പോൾ ദൈവജനം കഷ്ടപ്പാടിലും ദുരന്തത്തിലൂടെയും കടന്നുപോയപ്പോൾ സ്വർഗീയ സന്ദേശങ്ങൾ ഭൂമിയിൽ കിട്ടാതെയായപ്പോൾ ദൈവം ചെയ്തൊരു കാര്യം എന്താ? ഏകദേശം 333 വർഷത്തോളം ഭൂമിയും സ്വർഗവും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെട്ടു. അല്ലേലൂയ. അതിന് ഏക കുടുംബമായി മാറിയത് യൗസേ പിതാവിൻ്റെ കുടുംബം. ആ കുടുംബത്തിലൂടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ യൗസേ പിതാവിൻ്റെ കുടുംബത്തിലൂടെ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലൂടെ പിറന്ന ആ മകന് മാത്രമേ ഈ കാര്യം ചെയ്യാൻ, ഏത് കാര്യം? കുരിശിൽ മരിക്കാൻ പറ്റുള്ളൂ. അത് വേണമെങ്കിൽ വേണ്ട മാറ്റിവെക്കായിരുന്നു, അവനെ മാറ്റി. പക്ഷേ അവൻ പറയുന്നത് ഇത് കർത്താവിൻ്റെ ഹിതമാണ്, ദൈവത്തിൻ്റെ ഹിതം പൂർത്തിയാക്കിയാണ് അല്ലേലൂയ. അതെന്താ? അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് എന്താ? യേശു തൻ്റെ 12 പേരിൽ കൂട്ടിക്കൊണ്ട് ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ വെച്ച് അരുളി ചെയ്തു, ഇതാ നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതന്മാർക്കും നിയമജ്ഞന്മാർക്കും ഏൽപ്പിക്കപ്പെടും. അവർ അവനെ മരണത്തിന് വിധിക്കുകയും വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അവർ അവനെ പരിഹസിക്കുകയും പ്രഹരിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും. എന്നാൽ 3-ാം ദിവസം അവൻ ഉയർപ്പിക്കപ്പെടും. 3 പ്രവചനങ്ങൾക്ക് മുമ്പും ദൈവം ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് സഭയുടെ അധികാരത്തെക്കുറിച്ച് പറയുന്നത്. കാര്യം മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ബൈബിൾ വെച്ച് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അല്ലേലൂയ. കാരണം ഞാൻ ഇതെല്ലാം പഠിച്ചപ്പോൾ അത് മത്തായിയാണ് കൃത്യമായിട്ട് പറയുന്നത്. അവൻ പ്രഹരിക്കപ്പെടും, രണ്ടാമത് പരിഹസിക്കപ്പെടും, മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവൻ ക്രൂശിക്കപ്പെടും. 19 യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 19 അധ്യായത്തിൽ ഇപ്രകാരമാണ് അവൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ചാണ് യോഹന്നാൻ പറയുന്നത്. അല്ലേലൂയ. 19 അധ്യായത്തിൽ എന്താണ്? യേശുവിനെ ക്രൂശിക്കുന്നു. അല്ലേലൂയ. അവർ യേശുവിനെ ഏറ്റുവാങ്ങി. അവൻ സ്വയം കുരിശും ചുമന്നുകൊണ്ട് തലയോടെ ഹെബ്രായ ഭാഷയിൽ കൊൽക്കത്ത എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ അവർ അവനെ ക്രൂശിച്ചു. അതുകൊണ്ട് പൗലോസ്ലീഹ എപ്പോഴും പറയുന്നത് എന്താ? പൗലോസ്ലീഹ ഞാൻ ക്രൂശിക്കപ്പെട്ട യേശുവിനെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. അല്ലേലൂയ. ഞാൻ ക്രൂശിക്കപ്പെട്ട യേശുവിനെ കുറിച്ച് കൊറിന്തോസ്യരുടെ ലേഖനത്തിൽ 1-ാമത്തെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെ. അപ്പോൾ ക്രൂശിക്കപ്പെട്ട യേശുവിനെ തിരിച്ചറിയാത്ത ജനതകളുമായിട്ട് അല്ലെങ്കിൽ ആഗ്രഹമില്ലാത്തവരായിട്ട് കൂട്ടുചേരരുത്. കാരണം എന്താ? ഈ യേശു ചില സമുദായത്തിന് ആഘോഷങ്ങളാണ് ആചാരം. ചില കുടുംബങ്ങൾക്ക്, നമ്മുടെ ഇടവക തന്നെയുള്ള ചില വീട്ടുകാർക്ക് എന്താണെന്ന് വെച്ചാൽ എല്ലാം ആഘോഷം വേണം, എല്ലാ ആഘോഷം. ചില വീട്ടുകാർക്ക് എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ എന്തെങ്കിലും കഴിഞ്ഞാൽ ആത്മീയത വേണം. പള്ളിയായിട്ട് ബന്ധപ്പെട്ട കാര്യം ചെയ്യും. മറ്റവരെന്ത് ചെയ്യും? ഓഡിറ്റോറിയങ്ങൾ അന്വേഷിക്കും. അല്ലേലൂയ. ഈശോ മിശിഹായുടെ 3 പീഡാനുഭവങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുമ്പും ശിഷ്യന്മാരുടെ പരാജയത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഈശോ പറയുന്നത് ഇതിൻ്റെ മേൽ കർത്താവിന് അധികാരമുണ്ട്. ശിഷ്യന്മാർ പരാജിതരായപ്പോൾ ഈശോ ഏറ്റെടുത്തു. ഈശോ എങ്ങോട്ട് പോയി? ശിഷ്യന്മാരായി പരാജിതരായ എല്ലാ സംഭവത്തിൻ്റെ സമയത്ത് 3 പ്രവചനം, ഞാനിതാ കാൽവരിയിലേക്ക് പോകുന്നു മക്കളെ, നിങ്ങൾ പരാജിതരാകരുത്. വിശ്വാസം മൂർച്ഛത്തിലെത്തുന്നത് കാൽവരി മലയിൽ ഈശോ പെടഞ്ഞ് കൊല്ലപ്പെടുമ്പോൾ ഈ ലോകത്തിൻ്റെ മേലുള്ള അധികാരിയുടെ മേൽ ഈശോ ആധിപത്യം സ്ഥാപിച്ചു.